പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മുഖേന കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിൽ ആദ്യം പറഞ്ഞ 4 യൂണിവേഴ്സിറ്റികളിൽ കുറേ അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. അവിടെ നിന്നൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവിടുത്തെ ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ 4 വർഷ ഡിഗ്രി കോഴ്സുകളായിട്ട് പുതിയൊരു തുടക്കം കേരളത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ ഒരു പുതിയ തുടക്കത്തിൽ ഒട്ടേറെ മാറ്റങ്ങളോട് കൂടിയാണ് 4 വർഷ ഡിഗ്രിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിലെ ഓരോ കാര്യങ്ങളും വിദ്യാർത്ഥികളായിട്ടുള്ള പൊതുസമൂഹത്തിലുള്ള എല്ലാവരിലേക്കും എത്തിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ പുതിയൊരു തുടക്കം തുടങ്ങുന്നത്. ആ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ വിവിധ കാര്യങ്ങൾ ഓരോന്നായിട്ട് അടുത്തടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ, എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ, അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്തടുത്ത ഓരോ വീഡിയോകളിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പാത്ത് വേസ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത് പാത്ത് വേ. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ ആദ്യം പാത്ത് വേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് മേജർ കോഴ്സുണ്ട്, മൈനർ കോഴ്സുണ്ട്. മേജർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ ബിരുദം പൂർത്തീകരിക്കുന്നത് അതാണ് മേജർ കോഴ്സ്. നമ്മൾ മുമ്പുണ്ടായിരുന്ന മെയിൻ അല്ലെങ്കിൽ കോർ പേപ്പർ, കഴിഞ്ഞ വർഷം വരെ മെയിൻ, കോർ പേപ്പർ എന്നൊക്കെ പറയുന്ന ഇതാണ് മേജർ. ഒരാൾ ബികോമിൽ കൊമേഴ്സിലാണ് ബിരുദം പൂർത്തീകരിക്കുന്നത്, അതാണ് കൊമേഴ്സാണ് മേജർ. ഫിസിക്സിലാണെങ്കിൽ ഫിസിക്സാണ് മേജർ, മാത്തമാറ്റിക്സിലാണ് മാത്തമാറ്റിക്സാണ് മേജർ, ഇംഗ്ലീഷിലാണ് എങ്കിൽ ഇംഗ്ലീഷാണ് മേജർ. ഇനി മൈനർ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു മേജറിൻ്റെ കൂടെ 2 മൈനറായിരുന്നു. മറ്റു 2 വിഷയങ്ങളിൽ കുറച്ച് സബ്ജക്റ്റ് പഠിക്കുന്ന രീതിയായിരുന്നു മൈനർ എന്ന് പറയുന്നത്. ഏതെങ്കിലും 2 മറ്റു സബ്ജക്റ്റിൽ കുറച്ച് വിഷയങ്ങൾ പഠിക്കാം. ഈ മേജർ സബ്ജക്റ്റുകൾ ആകെയുള്ള ക്രെഡിറ്റിൻ്റെ പകുതി മേജർ സബ്ജക്റ്റിൽ നിന്ന് ആയിരിക്കും. ആകെയുള്ള സബ്ജക്റ്റിൻ്റെ പകുതി ഏതിൽ നിന്നാണ് അക്യൂർ ചെയ്യേണ്ടത്? നമ്മൾ മേജറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ പാത്ത് വേകൾ നമുക്ക് പോയി നോക്കാവുന്നതാണ്. ഒന്നാമത്തെ പാത്ത് വേ സിംഗിൾ മേജർ. സിംഗിൾ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ മേജർ പഠിക്കുന്നു, കൊമേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ മറ്റേതെങ്കിലും കോഴ്സിലെ 6 സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് 6 വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നതിന് സിംഗിൾ മേജർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് സെയിം മേജറിന് മൈനർ എടുക്കാൻ പാടില്ല. സെയിം മേജർ ആണെങ്കിൽ അതിന് ചേർന്ന അത് തന്നെ മൈനർ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഫിസിക്സ് മേജർ എടുക്കുന്ന വിദ്യാർത്ഥി ഫിസിക്സിലെ മൈനർ സബ്ജക്റ്റ് പഠിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സിംഗിൾ മേജറാണ് ഒരു മേജർ. അതിൻ്റെ കൂടെ 6 വ്യത്യസ്ത സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകളിൽ നിന്ന് മൈനർ എടുക്കുന്ന രീതിയാണ് സിംഗിൾ മേജർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ രീതിയാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ. അതിപ്പോൾ നിലവിലുള്ള സിസ്റ്റം തന്നെയാണ്. ഒരു മേജർ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 2 മൈനർ സബ്ജക്റ്റുകൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, എക്കണോമിക്സ് വിത്ത് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്, ഹിസ്റ്ററി വിത്ത് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്. ഓക്കെ, ഫിസിക്സ് വിത്ത് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഈ രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനെന്താ പറയുക? മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ. അടുത്ത് മേജർ വിത്ത് സിംഗിൾ മൈനർ. മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മൈനർ ആയിരിക്കും ഉണ്ടാവും. നേരത്തെ 2 മൈനർ ആണെങ്കിൽ ഇവിടെ 1 മൈനർ ആയിരിക്കും. ബോട്ടണി വിത്ത് സുവോളജി, ഫിസിക്സ് വിത്ത് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മാത്തമാറ്റിക്സ്. ഈ രീതിയാണ് മേജർ വിത്ത് സിംഗിൾ മൈനർ. അടുത്ത രീതിയാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. നമ്മളെ മേജറിൻ്റെ കൂടെ ഒരു തൊഴിലധിഷ്ഠിത മൈനർ പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫിസിക്സ് വിത്ത് ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ, ഇതുപോലുള്ളതാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. ഇനി ഡബിൾ മേജർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 മേജർ പഠിച്ചു പോകാം. ഓക്കെ, അതിൽ 50% ഒരു മേജറിൽ നിന്നും മറ്റേതിൽ നിന്ന് 40%. 4th ഇയറിൽ നമ്മൾ ഒരു സിംഗിൾ മേജറിലേക്ക് മാറേണ്ടി വരും. ഓക്കെ, ഈ രീതിയാണ് ഡബിൾ മേജർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് മൾട്ടി ഡിസിപ്ലിനറി ഓർ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ 3 വ്യത്യസ്ത മേജർ സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് പോകുന്നതിന് മൾട്ടി ഡിസിപ്ലിനറി, ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് 3 എണ്ണമായി. അതിനെന്ന് പറയാം മൾട്ടി ഡിസിപ്ലിനറി, ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അപ്പം ഒരു കോളേജിൽ വ്യത്യസ്തമായിട്ടുള്ള മേജർ കോഴ്സുകളുണ്ടാവും. അത് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് മേജർ. അതിനുശേഷം കോളേജിൽ വ്യത്യസ്തമായിട്ടുള്ള മൈനറുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിന് കീഴിലുള്ള പല മൈനറുകളും കൊടുക്കും. അതിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട മൈനർ കോമ്പിനേഷനുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. കോളേജിൽ നിലനിൽക്കുന്ന മൈനറുകൾ,
ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ ഇന്ന കോമ്പിനേഷൻ ഉണ്ട്, ഓക്കെ, ഇന്ന മൈനറുകളുണ്ടാവും, അതിനപ്പുറത്തേക്ക് ഒരു മൈനർ എടുക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷാണ് മേജർ, അതിൻ്റെ കൂടെ ജേർണലിസം എടുക്കണം. പക്ഷേ ആ കോളേജിൽ ജേർണലിസം അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ചില യൂണിവേഴ്സിറ്റികൾ ഓൺലൈനായിട്ട് ഈ മൈനറായിട്ടുള്ള ജേർണലിസം എടുക്കാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും റോള് പ്രകാരം കൃത്യമായിട്ട് നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. ഓക്കെ, ആ രീതിയിലാണ് മേജർ മൈനർ കോമ്പിനേഷൻ. അതിൻ്റെ കീഴിലാണ് 6 പാത്വേ ഉള്ളത്. ഇതിൽ ആദ്യത്തെ 3 പാത്വേകൾ എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. എന്നാൽ ചില പാത്വേ, ഇപ്പോൾ അവസാനത്തെ പാത്വേ ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡബിൾ മേജർ ചില കോളേജിലുണ്ട്, ചില കോളേജിൽ ഡബിൾ മേജർ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ കോളേജിൽ നിലനിൽക്കുന്ന പരിതസ്ഥിതിക്കനുസരിച്ചാണ് നമുക്ക് പല മേജറും മൈനറും സെലക്ട് ചെയ്യാൻ സാധിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റിനെ കുറിച്ചാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട മറ്റൊരു കാര്യമാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്രെഡിറ്റ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.